നമ്മുടെ ഓർമ്മകൾ ഒന്നൊന്നായി മായ്ച്ചു കളയുന്ന ഒരു ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാം അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഭാവിയിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിനു ആളുകളെ കാത്തിരിക്കുന്നത് ഡിമെൻഷ്യ അഥവാ മറവി രോഗം എന്ന വലിയൊരു വിപത്താണ്. പ്രായമായവർക്കു മാത്രം വരുന്ന ഒരു അസുഖമാണ് ഇതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. രോഗലക്ഷണങ്ങൾ പുറത്തുവരുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മുടെ 30കളിലും 40കളിലും തന്നെ തലച്ചോറിൽ ഇതിന്റെ മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കും. ലോകാരോഗ്യ സംഘടനയും അൾഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണലും പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. നിലവിലെ കണക്കുകൾ പ്രകാരം ലോകത്ത് എവിടെയെങ്കിലും ഓരോ 3 സെക്കൻഡിലും ഒരാൾക്കു വീതം ഡിമെൻഷ്യ ബാധിക്കുന്നുണ്ട്. അതായത് പ്രതിവർഷം ഏകദേശം 1 കോടിയോളം പുതിയ കേസുകൾ. ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇനി പറയുന്നത് കൂടി കേട്ടുകൊള്ളുക. വികസിത രാജ്യങ്ങളെക്കാൾ ഡിമെൻഷ്യ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളെയാണ്. ലോകത്തെ മൊത്തം ഡിമെൻഷ്യ രോഗികളിൽ 60% ഇത്തരം ഇടത്തരം താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത്. 2050ഓടെ ഇത് 71% ഉയരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്കുകൾ നമ്മെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ട്രാവൻകൂർ ഓപ്പറ ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു നാം സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെയെല്ലാം ഭാവി തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അൾഷിമേഴ്സ് പോലെയുള്ള ഓർമ്മ നശിപ്പിക്കുന്ന രോഗങ്ങളെ എങ്ങനെ വർഷങ്ങൾക്ക് മുൻപേ കണ്ടെത്തി തടയാം? ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുൻപ് എന്താണ് ഡിമെൻഷ്യ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഡിമെൻഷ്യ എന്നത് ഒരു ഒറ്റപ്പെട്ട രോഗമല്ല, അതൊരു കുട പോലെയാണ്. നമ്മുടെ ഓർമ്മ, ചിന്താശേഷി, യുക്തിസഹമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി എന്നിവ ക്രമാനുഗതമായി നഷ്ടപ്പെടുന്ന അവസ്ഥകളുടെ ഒരു പൊതുവായ പേരാണ് ഡിമെൻഷ്യ. ഇതിന്റെ ലക്ഷണങ്ങൾ വളരെ സൂക്ഷ്മമായാണ് തുടങ്ങുക. ഓർമ്മക്കുറവ്, പുതിയതായി നടന്ന കാര്യങ്ങൾ മറന്നുപോകുക എന്നതാണ് പ്രധാന ലക്ഷണം. പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും, പക്ഷേ രാവിലെ കഴിച്ച ഭക്ഷണം എന്താണെന്നോ താക്കോൽ എവിടെ വെച്ചു എന്നതോ അവർ മറന്നുപോകും. സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, പരിചിതമായ വഴികൾ പോലും മറന്നുപോകുക, ഇന്നത്തെ തീയതിയോ വർഷമോ ഓർത്തെടുക്കാൻ കഴിയാതെ ഇരിക്കുക. ആശയവിനിമയത്തിലെ ബുദ്ധിമുട്ട്, സംസാരിക്കുമ്പോൾ കൃത്യമായ വാക്കുകൾ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു വാചകം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുക. വ്യക്തിത്വത്തിലെ മാറ്റങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, സംശയം തോന്നുക, ഡിപ്രഷൻ, അതുവരെ ഉണ്ടായിരുന്ന താൽപ്പര്യങ്ങൾ നഷ്ടപ്പെടുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഡിമെൻഷ്യയും അൾഷിമേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പലർക്കുമുള്ള ഒരു സംശയമാണ് ഡിമെൻഷ്യയും അൾഷിമേഴ്സും ഒന്നാണോ എന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഡിമെൻഷ്യ എന്ന വലിയൊരു കുടയുടെ കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണവുമായ ഒരു രോഗമാണ് അൾഷിമേഴ്സ്. മൊത്തം ഡിമെൻഷ്യ കേസുകളിൽ ഏകദേശം 60% മുതൽ 80% വരെ അൾഷിമേഴ്സ് ആണ്. ലളിതമായി പറഞ്ഞാൽ എല്ലാ അൾഷിമേഴ്സും ഡിമെൻഷ്യയാണ്. എന്നാൽ എല്ലാ ഡിമെൻഷ്യയും അൾഷിമേഴ്സ് അല്ല. ഡിമെൻഷ്യയ്ക്ക് കാരണമാകുന്ന മറ്റ് അസുഖങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് വാസ്കുലാർ ഡിമെൻഷ്യ, ലൂയി ബോഡി ഡിമെൻഷ്യ എന്നിവ. അൾഷിമേഴ്സിൽ പ്രധാനമായും സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ അമിലോയിഡ്, ടൗ എന്നീ 2 പ്രോട്ടീനുകൾ അസാധാരണമായി അടിഞ്ഞുകൂടുന്നു എന്നതാണ്. ഇവ തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തടസ്സപ്പെടുത്തുകയും ക്രമേണ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. തലച്ചോർ ചുരുങ്ങാൻ ഇത് കാരണമാകുന്നു. വൈദ്യശാസ്ത്രത്തിന് എവിടെയാണ് തെറ്റിയത്? അൾഷിമേഴ്സ് മാറ്റാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ഗവേഷകർ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കി നടത്തിയ പഠനങ്ങളിൽ 99% പരാജയപ്പെടാൻ കാരണമെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിഷയത്തിലെ പ്രഗത്ഭനായ ഡോക്ടർ ഐസക്സണിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ സമീപനം തന്നെ തെറ്റായിരുന്നു. നമ്മുടേത് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമല്ല, മറിച്ച് രോഗം വന്നതിന് ശേഷം മാത്രം ചികിത്സിക്കുന്ന ഒരു സിക്ക് കെയർ സിസ്റ്റമാണ്. ലക്ഷണങ്ങൾ കണ്ടതിനു ശേഷം മരുന്ന് കൊടുക്കാൻ നോക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അപ്പോഴേക്കും തലച്ചോറിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. മാത്രമല്ല, എല്ലാവർക്കും ഒരേ മരുന്ന് എന്ന രീതി ഈ രോഗത്തിൽ ഫലിക്കില്ല. ഓരോ അൾഷിമേഴ്സ് രോഗിയും എത്തുന്ന വഴികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടുതന്നെ അവരെ ചികിത്സിക്കേണ്ട രീതികളും വ്യത്യസ്തമായിരിക്കണം. ഇതൊരു പനി വന്നാൽ പാരസെറ്റമോൾ കൊടുക്കുന്നത് പോലെയല്ല. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി. ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് 20 മുതൽ 30 വർഷം മുൻപ് തന്നെ നൂതനമായ രക്തപരിശോധനകളിലൂടെ തലച്ചോറിലെ ഈ മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന് ഈ മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നു. തലച്ചോറിന് വേണ്ടിയുള്ള ഒരു കൊളസ്ട്രോൾ ടെസ്റ്റാണ് വരാൻ പോകുന്ന കാലത്തെ പ്രധാന മാറ്റം. ഡിമെൻഷ്യ വരുന്നത് എങ്ങനെ തടയാം?
ഓർമ്മക്കുറവിനെ പ്രതിരോധിക്കാൻ ഡോക്ടർ ഐസക്സൺ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ABCDE മോഡൽ. ഇത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എ. ആന്ത്രോപോമെട്രിക്സ് അഥവാ ശരീരഘടന. നിങ്ങളുടെ വയറ്റിലെ കൊഴുപ്പ്, ബെല്ലി ഫാറ്റ് അഥവാ വിസറൽ ഫാറ്റ് വർദ്ധിക്കുമ്പോൾ തലച്ചോറിലെ ഓർമ്മകളുടെ കേന്ദ്രത്തിന്റെ വലിപ്പം കുറയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ വയറ്റിൽ കൊഴുപ്പടിഞ്ഞാൽ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത 39% കൂടുതലാണ്. അതിനാൽ ശരീരഭാരം നോക്കുന്നതിനേക്കാൾ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും പേശികളുടെ അളവ് വർദ്ധിപ്പിക്കാനും നാം ശ്രദ്ധിക്കണം. ബി. ബ്ലഡ് ബയോമാർക്കേഴ്സ്. തലച്ചോറിന്റെ ആരോഗ്യം ശരീരത്തിന്റെ മെറ്റാബോളിസവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചിലർ അൽഷിമേഴ്സിനെ ടൈപ്പ് 3 ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഇൻസുലിൻ, ശരീരത്തിലെ നീർക്കെട്ട് എന്നിവ കൃത്യമായി നിയന്ത്രിക്കണം. സി. കോഗ്നിറ്റീവ് ടെസ്റ്റിംഗ്. തലച്ചോറിന്റെ പ്രവർത്തന പരിശോധന. ഇടയ്ക്കിടെ ലളിതമായ മെമ്മറി ടെസ്റ്റുകൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിന്റെ കാര്യക്ഷമത മനസ്സിലാക്കാൻ സഹായിക്കും. ഡി. DNA അഥവാ പാരമ്പര്യം. APOE4 എന്നൊരു ജീനുണ്ട്. ഇത് പാരമ്പര്യമായി ലഭിച്ചവർക്ക് അൽഷിമേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വിവരം നേരത്തെ അറിഞ്ഞാൽ ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇ. ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. ഡിപ്രഷൻ, അമിതമായ ഉത്കണ്ഠ എന്നിവ തലച്ചോറിന്റെ വാർദ്ധക്യത്തെ വേഗത്തിലാക്കും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും തലച്ചോറിന് വലിയ ഉത്തേജനം നൽകും. കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാൻ മടിക്കരുത്. കാരണം കേൾവിക്കുറവ് ഡിമെൻഷ്യയുടെ വലിയൊരു കാരണമാണ്. നമ്മൾ എന്ത് കഴിക്കണം, എങ്ങനെ വ്യായാമം ചെയ്യണം? ഇതിന് ഒറ്റമൂലികളൊന്നുമില്ല. പകരം ജീവിതശൈലിയിൽ ഒന്നിലധികം മാറ്റങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ആദ്യം വ്യായാമം. വെറുതെ പതുക്കെ നടക്കുന്നത് കൊണ്ട് മാത്രം വലിയ കാര്യമില്ല. ആഴ്ചയിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, അതായത് സംസാരിക്കുമ്പോൾ ചെറിയ കിതപ്പ് അനുഭവപ്പെടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം. അതോടൊപ്പം പേശികളെ ശക്തിപ്പെടുത്തുന്ന സ്ട്രെങ്ത് ട്രെയിനിങ് നിർബന്ധമാക്കുക. അടുത്തത് ഭക്ഷണം. മധുരവും അന്നജവും കുറയ്ക്കുക. ഒമേഗ 3 ധാരാളമായി അടങ്ങിയ മത്സ്യങ്ങൾ, നല്ല ഗുണനിലവാരമുള്ള ഒലിവ് ഓയിൽ, ഇലക്കറികൾ, ബ്ലൂബെറി പോലുള്ള പഴങ്ങൾ, അവക്കാഡോ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഉറക്കവും മറ്റ് മെഡിക്കൽ ഇടപെടലുകളും. നിങ്ങൾ എത്ര നന്നായി വ്യായാമം ചെയ്താലും നല്ല ഭക്ഷണം കഴിച്ചാലും ഉറക്കം ശരിയല്ലെങ്കിൽ എല്ലാം വെറുതെയാണ്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ തടസ്സങ്ങളില്ലാത്ത ഉറക്കം തലച്ചോറിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ അത്യാവശ്യമാണ്. കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോണുകൾ മാറ്റിവെക്കുക. ഇരുട്ടുള്ള തണുപ്പുള്ള മുറിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളിൽ ആർത്തവവിരാമത്തോടനുബന്ധിച്ച് ഈസ്ട്രജൻ ഹോർമോൺ പെട്ടെന്ന് കുറയുന്നത് ഡിമെൻഷ്യ സാധ്യത വർദ്ധിപ്പിക്കും. ഈ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി നൽകുന്ന ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി തലച്ചോറിനെ സംരക്ഷിക്കാൻ വലിയൊരു പരിഹാരമാണ്. അതുപോലെ ശരീരത്തിനാവശ്യമായ വിറ്റാമിൻ ഡി, ബി കോംപ്ലക്സ്, ഒമേഗ 3 എന്നിവ രക്തപരിശോധനയ്ക്ക് ശേഷം കുറവാണെങ്കിൽ സപ്ലിമെന്റുകളായി എടുക്കുന്നതും ഓർമ്മയെ സംരക്ഷിക്കും. പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം. നമ്മുടെ തലച്ചോറിന് എന്ത് സംഭവിച്ചാലും അത് ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്നായിരുന്നു വർഷങ്ങളായി നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ നിലവിലെ ഗവേഷണങ്ങൾ ആ വിശ്വാസത്തെ തിരുത്തി കുറിക്കുകയാണ്. കൃത്യസമയത്ത് മുൻകരുതലുകൾ എടുത്താൽ 45% ഡിമെൻഷ്യ കേസുകളും പൂർണ്ണമായും നമുക്ക് തടയാൻ സാധിക്കും. ഡിമെൻഷ്യയുടെ ആദ്യഘട്ടത്തിൽ ഉള്ളവരിൽ പോലും അവരുടെ തലച്ചോറിന്റെ വലിപ്പം വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി തിരികെ കൊണ്ടുവരാനും ഇത്തരം ചിട്ടയായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണെന്ന് മനസ്സിലാകണമെങ്കിൽ ലോകാരോഗ്യ സംഘടനയും അൽഷിമേഴ്സ് ഡിസീസ് ഇന്റർനാഷണലും പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കണം. ലോകത്ത് എവിടെയെങ്കിലും ഓരോ 3 സെക്കൻഡിലും ഒരാൾക്ക് വീതം ഡിമെൻഷ്യ ബാധിക്കുന്നുണ്ട്. അതായത് പ്രതിവർഷം ഏകദേശം 1 കോടിയോളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ലോകമെമ്പാടുമായി ഏകദേശം 5.7 കോടി ആളുകൾ ഡിമെൻഷ്യയുമായി ജീവിക്കുന്നുണ്ട്. നാം കൃത്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ 2050 ആകുമ്പോഴേക്കും ഇത് 13.9 കോടി മുതൽ 15 കോടി വരെയായി വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതൊരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. വികസിത രാജ്യങ്ങളെക്കാൾ ഡിമെൻഷ്യ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളെയാണ്. ലോകത്തെ മൊത്തം ഡിമെൻഷ്യ രോഗികളിൽ 60% ഇത്തരം ഇടത്തരം താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത്.
2050ഓടെ ഇത് 71% ഉയരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഡിമെൻഷ്യ ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. ഈ രോഗത്തിനായുള്ള ആഗോള ചിലവ് $1.3 ട്രില്യൺ മുകളിലാണ്. ഡിമെൻഷ്യ എന്നതിനെ ഒരു രാജ്യമായി കണക്കാക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ 17ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കും അത്. ഏറ്റവും സങ്കടകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ ലോകത്താകമാനമുള്ള ഡിമെൻഷ്യ രോഗികളിൽ 75%-ഓളം ആളുകൾക്കും ഔദ്യോഗികമായി ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. പലരും ഇത് വാർദ്ധക്യത്തിന്റെ സ്വാഭാവികമായ മറവിയായി തെറ്റിദ്ധരിക്കുകയും കൃത്യമായ ചികിത്സയും പരിചരണവും ലഭിക്കാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ലോകത്തിൽ മനുഷ്യന്റെ മരണത്തിന് കാരണമാകുന്ന അസുഖങ്ങളിൽ 7ാം സ്ഥാനത്താണ് ഡിമെൻഷ്യയുടെ സ്ഥാനം. ഡിമെൻഷ്യ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു കുടുംബത്തെയും സമൂഹത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഐസക്സണെ പോലെയുള്ള വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ നാം ഗൗരവമായി എടുക്കേണ്ടത്. മുൻകരുതലുകൾ എടുക്കാൻ നാളെ വരെ കാത്തിരിക്കരുത്. മാറ്റങ്ങൾ ഇന്നു തന്നെ തുടങ്ങാം. ഓർമ്മകളാണ് നമ്മെ നാം ആക്കുന്നത്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ആരോഗ്യകരമായ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി ട്രാവൻകൂർ ഓപ്പറ ഹൗസിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.